എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൊട്ടിയം, ഉമയനല്ലൂർ, മേവറം എന്നീ ഭാഗങ്ങളിലെ നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. കല്ലുവാതുക്കൽ ടോൾ പ്ലാസ മുതൽ കൊട്ടിയം ജംഗ്ഷൻ വരെയുള്ള വീഡിയോ ഇതിനു മുന്നേ ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് ഐകാർഡിലും എൻ്റെ സ്ക്രീനിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് കൊട്ടിയം ജംഗ്ഷനിൽ നിന്നാണ്. കൊട്ടിയം ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ തെക്ക് സൈഡിലെയും വടക്ക് സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ ആറിവാൾ വർക്കുകളാണ് നടക്കുന്നത്. ഫ്ലൈ ഓവറിൻ്റെ 4 ഓപ്പണിങ്ങുകളിൽ 3 ഓപ്പണിങ്ങുകളും ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇവിടെ സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ ടാറിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ നിന്നും നേരെ വടക്ക് ഭാഗത്തെ മെയിൻ റോഡിൻ്റെ വർക്കുകൾ കാണാം. ആറിവാൾ ബ്ലോക്കുകൾ സ്ഥാപിച്ച് ഏകദേശം പകുതി ഭാഗം എത്തുമ്പോൾ തന്നെ ഫ്രിക്ഷൻ സ്ലാബുകളും സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം. ഇവിടെ നിന്നും നേരെ അകത്തേക്ക് കയറി വടക്ക് ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നോക്കാം. ഇവിടെ കുറച്ച് ദൂരം റോഡിൻ്റെ ടാറിങ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കൂടാതെ ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. റോഡിൻ്റെ ഇടത് സൈഡിലെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ സെൻറ്റർ ഭാഗത്തെയും ഇപ്പോൾ റൈറ്റ് സൈഡിലെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത്. വിൻഷൻ എന്ന ഓട്ടോമാറ്റിക് പാവിംഗ് മെഷീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ സഹായത്തോടു കൂടിയാണ് ക്രാഷ് ബാരിയറുകൾ കാസ്റ്റ് ചെയ്യുന്നത്. ക്രാഷ് ബാരിയറിന് വേണ്ടിയുള്ള കമ്പിയൊക്കെ നേരത്തെ കറക്റ്റ് അളവിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഈ മെഷീൻ ഇതിനകത്തേക്ക് വെച്ചതിന് ശേഷം ഒരു പ്രത്യേക അനുപാതത്തിൽ കോൺക്രീറ്റിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ പ്രിസൈസായിട്ടുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം അവിടുത്തെ വർക്ക് എത്രത്തോളം ആയെന്ന്. ഫ്രിക്ഷൻ സ്ലാബുകൾ സ്ഥാപിച്ചിരിക്കുന്നത് വരെയുള്ള റോഡിൻ്റെ ടാറിങ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടിപ്പോൾ മണ്ണ് നിരത്തുന്ന വർക്കാണ് നടക്കുന്നത്.
ഇവിടെ നിന്നും നേരെ ഉമയനല്ലൂർ ഭാഗത്തേക്ക് പോയി അവിടുത്തെ വർക്കിൻ്റെ കാര്യങ്ങൾ കാണാം. ഒരു മാസത്തിന് മുന്നേ ചെയ്ത വീഡിയോ നോക്കുകയാണെങ്കിൽ ഉമയനല്ലൂർ ഭാഗത്ത് ബാരിയർ വെച്ച് ക്ലോസ് ചെയ്ത് സർവീസ് റോഡ് വഴിയായിരുന്നു വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ റോഡിൻ്റെ രണ്ടാമത്തെ ലെയർ ടാറിംഗ് വർക്ക് നടക്കുകയാണ്. അതിനാൽ ഇപ്പോഴും ഇവിടെ ബ്ലോക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും തിരിച്ച് സർവീസ് റോഡിലേക്ക് പോയി ഉമയനല്ലൂർ ജംഗ്ഷനിലെ കാഴ്ചകൾ കാണാം. ഉമയനല്ലൂർ ജംഗ്ഷനിലെ അണ്ടർപാസ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അടിയിൽ കൂടി ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. കല്ലുവാതുക്കൽ മുതൽ കൊട്ടിയം വരെ ചെയ്ത വീഡിയോയിൽ കല്ലുവാതുക്കൽ അണ്ടർപാസിലെയും ഊറാംവിള അണ്ടർപാസിനെയും അടിയിൽ ടാറിങ് വർക്ക് തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് വെച്ച് അവിടുത്തെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ ഉമയനല്ലൂർ അണ്ടർപാസിൻ്റെ മറു സൈഡിലെ കാഴ്ചകൾ കാണാം. ഇവിടെ നിന്ന് നോക്കിയാലും റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ്ങിൻ്റെ വർക്ക് നടക്കുന്നതായി കാണാം. കൂടാതെ കുറച്ച് ഭാഗത്തെ ക്രാഷ് ബാരിയറുകൾ ഇനി നിർമ്മിക്കേണ്ടതുണ്ട്. ഇവിടെ നിന്നും നേരെ മേവറം ഭാഗത്തേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം. മേവറം ഭാഗത്തെത്തുമ്പോൾ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് പ്രവേശിച്ചാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ ഇടത് സൈഡിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബുകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് നേരെ പോകുന്നത് മേവറം ഭാഗത്തുള്ള അണ്ടർപാസിനടുത്തേക്കാണ്.
ഈ സർവീസ് റോഡ് നേരെ ചെന്ന് കണക്ട് ചെയ്യുന്നത് കൊല്ലത്തേക്കുള്ള റോഡിലാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ അറിവാളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മണ്ണ് നിരത്തി ഇപ്പോൾ ഉറപ്പിക്കുന്ന വർക്കാണ് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത്. അണ്ടർപാസിൻ്റെ നിർമ്മാണം പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ വർക്കുകളാണ് പുരോഗമിക്കേണ്ടത്. സർവീസ് റോഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മെറ്റൽ നിരത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ടാറിംഗ് വർക്കുകൾ നടക്കും. അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞ ഉടൻ തന്നെ അടിഭാഗം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ അതുവഴിയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ രണ്ട് സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ അറിവാൾ വർക്കാണ് ഇപ്പോൾ മെയിനായിട്ട് നടക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാവുന്നതനുസരിച്ച് അറിവാളിൻ്റെ വർക്ക് ആരംഭിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മേവറത്തെ അണ്ടർപാസിൻ്റെ മറു സൈഡിലെ കാഴ്ചയാണ്. ആറിവാളിൻ്റെ വർക്ക് നടന്ന ഭാഗമാണിത്. ഇവിടെ നിന്നും മുന്നോട്ട് പോകുമ്പോൾ ഒരു എൻട്രി പോയിന്റ് കാണാം.
എൻട്രി പോയിന്റ് കഴിഞ്ഞ് 100 മീറ്റർ ആവുന്നതിന് മുന്നേ തന്നെ ഒരു എക്സിറ്റ് പോയിന്റും വരുന്നുണ്ട്. എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും അടുത്തടുത്ത് വരുമ്പോൾ അവിടെ ഒരു അപകട സാധ്യത ഉണ്ടാവില്ലേ എന്നൊരു സംശയം തോന്നി. കൊട്ടിയം കുണ്ടറ ഭാഗങ്ങളിലേക്ക് പോകാനുള്ള വാഹനങ്ങൾ ഈ ഒരു എക്സിറ്റാണ് എടുക്കേണ്ടത്. ഇവിടെ നിന്നും നേരെ ഉമയനല്ലൂർ ഭാഗത്തേക്ക് പോകാം. ഉമയനല്ലൂർ അണ്ടർപാസിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ഇപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുവഴി വാഹനമൊന്നും കടന്നു പോകുന്നില്ല. ഉമയനല്ലൂർ ഭാഗത്ത് സർവീസ് റോഡുകൾക്ക് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നല്ല വീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും നേരെ കൊട്ടിയം ഭാഗത്തേക്ക് പോകാം. കൊട്ടിയം ഭാഗത്തെ ഫ്ലൈ ഓവറിന് വേണ്ടിയുള്ള ആറിവാളിൻ്റെ വർക്കാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ നല്ല ഉയരത്തിലാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത്. ഇവിടെയും ആറിവാളുകൾ ഉയർത്തി മണ്ണ് ഫില്ല് ചെയ്ത് ഉറപ്പിക്കുന്ന വർക്കുകളാണ് നടക്കുന്നത്.
മേവറം മുതൽ അയത്തിൽ കല്ലുംതാഴ വരെയുള്ള വീഡിയോയുമായി ഉടൻ തന്നെ എത്താം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.